നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. 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 നമസ്കാരം സർ. നമസ്തേ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. നവംസ്കൃതം 13 എടുക്കണ്ടേ? അതെ സർ. ഇക്ഷാകു വംശപരമ്പരയാ നമ്മൾ പറഞ്ഞു തീർത്തത്. നവംസ്കൃതം 13 അധ്യായം. ശ്രീശുകോവാചാം നിമിരിക്ഷ്വാകുതനയോ വഫിഷ്ടം ആവർതസ്ത്വജം ആരഭ്യസത്രം സോപ്യാഹ ശക്രേണ പ്രാകൃതോസ്മി ഭോഃ. നിമിഹി ഇക്ഷ്വാകുതനയ. ഇക്ഷ്വാകുവിന്റെ പുത്രനായ നിമി വഫിഷ്ടം അവർത്തത് ഋത്വിജം. വഫിഷ്ഠന് ഋത്വിജം അവൃത ഋത്തുക്കായിട്ട് വരിച്ചു. വഫിഷ്ടം അവൃത ഋത്വിജം. അവിത ഋത്വിജം കുടിക്കുമ്പോൾ അവിതത്വിജം എന്ന് സന്ധി വരുന്നതാണ്. അവൃത ഋത്വിജം ആവൃതത്വിജം. വഫിഷ്ടം ഋത്വിജം അവൃത. ഇക്ഷ്വാകുപുത്രനായി നിമി യാഗം ആരംഭിച്ചു. വഫിഷ്ഠമുനിയോട് ഋത്വിക്കായി വരണം എന്ന് അപേക്ഷിച്ചു. പത്രം ആരഭ്യ സോപ്യാഹ ചക്രേണ പ്രാകൃതോസ്മി ഭോഃ. അപ്പം വഫിഷ്ഠൻ പറഞ്ഞു, ശക്രേണ പ്രാകൃതോസ്മി ഭോഃ. ഇന്ദ്രൻ എന്നെ നേരത്തെ വരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യജ്ഞത്തിന് വേണ്ടിയിട്ട്. ശക്രേണ ഇന്ദ്രനാൽ, പ്രാക് വൃത അസ്മി നേരത്തെ വരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സോപി അഹ എന്ന് അവനും പറയേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതേ സമയത്ത് ഇന്ദ്രൻ ഒരു യജ്ഞം വേണം എന്നാവശ്യപ്പെട്ട് എന്നെ ബുക്ക് ചെയ്തിരിക്കാം, കഴിഞ്ഞിട്ടാവാം എന്നിങ്ങനെ നിമിയോട് വഫിഷ്ഠൻ പറഞ്ഞു. നിമിരിക്ഷ്വാകുതനയോ വഫിഷ്ടം അവതത്വജം ആരഭ്യസത്രം സോപ്യാഹ ചക്രേണ പ്രാകൃതോസ്മി ഭോഃ. നിമിരിക്ഷ്വാകുതനയോ വഫിഷ്ടം അവതത്വജം ആരഭ്യസത്രം സോപ്യാഹ ചക്രേണ പ്രാകൃതോസ്മി ഭോഃ. തം നിവർത്തി ആഗമിഷ്യാമി താവന്മം പ്രതിപാലയാം തൂഷ്ണീമാസീത് ഗൃഹപതി സോവീന്ദ്രസ്യാകരോന്മഖം. തം നിവർത്തിയ അത് കഴിഞ്ഞിട്ട് നിവർത്തിച്ചിട്ട് ആഗമിഷ്യാം വരാം. താവൻ മാം പ്രതിപാലയ അതുവരെ എന്നെ കാത്തിരുന്നുള്ളൂ. താവത് മാം പ്രതിപാലയ അതുവരെ എന്നെ കാത്തിരുന്നോളൂ. തൂഷ്ണീം ആഫീത് ഗൃഹപതി. വഫിഷ്ഠൻ അവിടെ ഗൃഹസ്ഥാശ്രമിയായി നിമി തൂഷ്ണീമാഫി ഒന്നും വേണ്ടിയില്ല, നിശബ്ദനായിട്ട്. കോപി ഇന്ദ്രസ്യ അകരോൻ മഖം. അവനാകട്ടെ ഇന്ദ്രന്റെ യാഗത്തെ നടത്തി കൊടുക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ യാഗം നടത്തി കൊടുത്തതിന് ശേഷം വരാം എന്ന് പറഞ്ഞു. തന്നിവർത്തി ആഗമിഷ്യാൻ താവൻ മാം പ്രതിപാലയ അതുവരെ കാത്തിരിക്കാനാണ് പറഞ്ഞത്. രാജാവ് മറുപടി ഒന്നും പറഞ്ഞില്ല. വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗം നടത്തി കൊടുക്കാൻ പോവുകയും ചെയ്തു. തന്നിവർത്തി ആഗമിഷ്യാമി താവൻ മാം പ്രതിപാലയാം
തൂഷ്ണീമാഫിദ്ഗ്രഹപതി ഭോവീന്ദ്രസ്യാകരോന്മഖം തന്നിവർത്തി ആഗമിഷ്യാമി താവന്മം പ്രതിപാലയാം തൂഷ്ണീമാഫിദ്ഗ്രഹപതി ഭോവീന്ദ്രസ്യാകരോന്മഖം നിമിശ്ചരമിദം വിദ്വാൻ പത്രമാരഭതാത്മവാൻ ഋത്വിഭിരവരൈസ്താവൻ നാഗമത്യ അവതാ ഗുരു. നിമിഹി ചലം ഇദം വിദ്വാൻ. ഈ പ്രാപഞ്ചിക ലോക ജീവിതം ചലമാണെന്ന് അറിഞ്ഞിട്ട്, ചലം ച ചഞ്ചലം, വിദ്വാൻ അറിഞ്ഞിട്ട്, ഇദം ചലം വിദ്വാൻ, ഈ ജീവിതം ചഞ്ചലമാണ് എന്ന് അറിഞ്ഞിട്ട്, സത്രം ആരഭത ആത്മവാൻ, ആത്മജ്ഞാനിയായി നിമി യജ്ഞം ആരംഭിച്ചു. കാരണം മാറ്റിവെച്ചാൽ ഞാനുണ്ടാകുമോ, അന്ന് നടത്താൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. കാരണം ജീവിതം തന്നെ ചഞ്ചലമാണ്. അതുകൊണ്ട് ആത്മജ്ഞാനി ആയ നിമി ഋത്തുഭിഹി അപരേഹിത്താവത്, വേറൊരു ഋത്തുക്കളെ കൊണ്ട് യജ്ഞം നിർവഹിക്കാൻ ആലോചിച്ചു. നാഗവത് യാവതാ ഗുരു, ഗുരു മടങ്ങി വരുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു ഋത്തുക്കിനെ കൊണ്ട് സത്രം ആരംഭിച്ചു. ഋത്തുഭിരവരൈസ്താവത് നാഗമത് യാവതാ ഗുരു, അവരേഹി ഋത്തുഭിഹി, മറ്റുള്ള ഋത്തുക്കുകളെ കൊണ്ട് യജ്ഞം നടത്തുവാൻ ആലോചിച്ചു. യാവതാ ഗുരുഹു നാഗമത്, ഗുരു വരുന്നവരെ കാത്തിരിക്കാതെ യജ്ഞത്തിന് ആരംഭിച്ചു. നിമിശ്ചരമിദം വിദ്വാൻ സത്രം ആരഭതാത്മവാൻ ഋത്തുഭിരവരൈസ്താവൻ നാഗമദ്യാവതാ ഗുരു. നിമിശ്ചലമിദം വിദ്വാൻ സത്രം ആരഭതാത്മവാൻ ഋത്തുഭിരവരൈസ്താവൻ നാഗമദ്യാവതാ ഗുരു. ശിഷ്യവ്യതിക്രമം വീക്ഷ്യ നിർവർത്യ ഗുരുരാഗത അശപത് പതതാത് ദേഹോ നിമേ പണ്ഡിതമാനിനാം. ശിഷ്യവ്യതിക്രമം വീക്ഷ്യ, ശിഷ്യന്റെ ഈ വ്യതിക്രമം, ഈ ക്രമം തെറ്റിക്കൽ, താൻ കുലഗുരുവായിരിക്കെ തന്നെ മറികടന്ന് മറ്റൊരാളെ കൊണ്ട് യജ്ഞം ചെയ്യിച്ചത് വ്യതിക്രമമാണ്. അതിക്രമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രമം തെറ്റിപ്പോയി. അത് കണ്ടിട്ട് നിർവർത്തിയ, യാഗം നിവർത്തിച്ചു കഴിഞ്ഞിട്ട് ഗുരു ആകത, ഇന്ദ്രന്റെ യാഗം നിവർത്തി കഴിഞ്ഞിട്ട് ഗുരു തിരിച്ചെത്തി. അശപം, നിമിയെ ശപിച്ചു. പതതാ ദേഹോ നിമേ, നിമിയുടെ ദേഹം വീണുപോകട്ടെ എന്ന് ശപിച്ചു. പണ്ഡിതമാനിന, പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നവൻ. പണ്ഡിതമാന്യൻ അല്ല, പണ്ഡിതമാനി, തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്നവനാണ് പണ്ഡിതമാനി. പണ്ഡിതമന്യൻ എന്ന് വിളിക്കാം. അങ്ങനെ പണ്ഡിതമാനിയായ നിമിയുടെ ദേഹം വീണുപോകട്ടെ എന്ന് വസിഷ്ഠൻ നിമിയെ ശപിച്ചു. ശിഷ്യവ്യതിക്രമം വീക്ഷ നിർവൃത്യ ഗുരുരാഗതാം അശപത് പതതാദ്ദേഹോ നിമേ പണ്ഡിതമാനിനാം. ശിഷ്യവ്യതിക്രമം വീക്ഷ നിർവൃത്യ ഗുരുരാഗതാം അശപത് പതതാദ്ദേഹോ നിമേ പണ്ഡിതമാനിനാം. നിമി പ്രതിദൗ ശാപം ഗുരവേ ധർമ്മവർത്തിനെ താവാവിപതതാദ്ദേഹോ ലോഭാധർമ്മമജാനതാം. നിമി പ്രതിദൗ ശാപം, നിമി തിരിച്ചും ശപിച്ചു വസിഷ്ഠന്. അതിനുള്ള കഴിവുള്ള ആളായിരുന്നു നിമി. അതുകൊണ്ടാണ് നിമിഹി പ്രതിദൗ, തിരിച്ചു കൊടുത്തു ശാപം, ഗുരവേ, ഗുരുവിനെ, അധർമ്മവർത്തിനെ, ഗുരവേ, അധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഗുരുവിനെ ശപിച്ചു. കാരണം യജ്ഞം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് പറഞ്ഞിട്ടാണ്, പറയാതെയല്ല. അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് മറ്റൊരുത്തിക്കിനെ കൊണ്ട് യജ്ഞം ചെയ്യിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിൽ ശപിക്കേണ്ട ആവശ്യം വാസ്തവത്തിലില്ല. അത് ഗുരു ധർമ്മത്തിന്റെ വഴിവിട്ട് സഞ്ചരിച്ചു പോകുന്ന കണ്ടാൽ ശിഷ്യൻ ഗുരുവിനെ ശാസിക്കാം എന്ന വ്യവസ്ഥയുണ്ട്. ഉത്പതപ്രതിപന്നസ്യ
കാര്യം ഭവതി ശാസനം. ഗുരു വഴിവിട്ടു പോകുന്ന കണ്ടാൽ ഗുരുവിനെ ശാസിക്കാൻ, ശിക്ഷിക്കാൻ ഒക്കെ ശിഷ്യന് അവകാശമുണ്ട് എന്ന് ഭാരതത്തിന്റെ ധർമ്മസംഹിതകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന തത്വമാണ്. ശിഷ്യന്റെ മഹാത്മ്യം അപ്പോഴാണ് ശരിക്കും തിരിച്ചറിയുന്നത്. ഇവിടെ നിമി അധർമ്മവർത്തിയായ ഗുരുവിന് തിരിച്ചു ശാപം കൊടുത്തു. എന്താണ്? തവാപി പദാദ്ദേഹവും, അങ്ങയുടെ ദേഹവും വീണു പോകട്ടെ. എന്താണ് കാരണം? ലോഭാത് ധർമ്മമജാനത. ലോഭം കൊണ്ട് ധർമ്മം അറിയാതെയാണ് അങ്ങ് ഇപ്പൊ ശപിക്കാൻ കാരണമായത്. അതുകൊണ്ട് അങ്ങയുടെ ശരീരം വീണു പോകട്ടെ എന്നാണ് ശപിച്ചത്. കാരണം അങ്ങയ്ക്കുണ്ടാകാതെ വന്ന ഇത് ഇന്ദ്രനിൽ നിന്നും എന്നിൽ നിന്നും ധനം ലഭിക്കണം എന്നുള്ള ലോഭമാണ് ഇപ്പോൾ എന്നെ ശപിക്കാൻ കാരണം എന്ന് നിമി ഗുരുവിനെതിരെ കടുത്ത ആരോപണം ഉയർത്തിവിട്ടു. അങ്ങ് വരാതെ കണ്ട് ഞാൻ സത്രം ആരംഭിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരധർമ്മമാണ് എന്നുള്ള ബോധം അങ്ങേക്കുണ്ടാകാതെ പോയി. അതിന്റെ കാരണം ഞാൻ ഊഹിക്കുന്നത് ഇന്ദ്രനിൽ നിന്നും കിട്ടുന്നു ദക്ഷിണയായി ധനം കിട്ടണം, എന്നിൽ നിന്ന് ദക്ഷിണയായിട്ട് ധനം കിട്ടണം. ഈ ലോഭമാണ് അങ്ങേ കോപിച്ച് ശപിക്കാൻ കാരണമായത്. അതുകൊണ്ട് ലോഭത്താൽ ധർമ്മവിസ്മൃതി വന്ന അങ്ങയുടെ ദേഹവും പതിക്കട്ടെ എന്ന് നിമി വസിഷ്ഠനെയും ശപിച്ചു. നിമി പ്രതിദവും ശാപം ഗുരവേ അധർമ്മവർത്തിനെ തവായു പതതാദ്ദേഹോ ലോഭാത് ധർമ്മമജാനതാം. നിമി പ്രതിദവും ശാപം ഗുരവേ അധർമ്മവർത്തിനെ തവാപി പതതാദ്ദേഹോ ലോഭാത് ധർമ്മമജാനതാം. ഇത്യുൽഫർജഫം ദേഹം നിമിരധ്യാത്മകോവിദാം മിത്രാവരണയോർജ്ഞേയോർവശ്യം പ്രപിതാമഹാം. ഇത് ഉത്ഫർജഫം ദേഹം നിമി. ഇങ്ങനെ പറഞ്ഞ് ആത്മജ്ഞാനി വിളിച്ച് സമർത്ഥനായി നിമി സ്വന്തം ശരീരത്തെ നിഷ്പ്രയാസം ഉപേക്ഷിച്ചു. ഇതി ഉത്ഫർജ ഉത്ഫർജ സ്വം ദേഹം, സ്വന്തം ശരീരത്തെ. നിമിഹി അധ്യാത്മകോവിദ, ആധ്യാത്മിക ശാസ്ത്രത്തിൽ കോവിദനായ, പണ്ഡിതനായ, സമർത്ഥനായ, മിടുക്കനായ നിമി പെട്ടെന്ന് തന്നെ ശരീരം ഉപേക്ഷിച്ചു. മിത്രാവരണയോഹു ജജ്ഞേ, മിത്രാവരണന്മാരുടെ പുത്രനായിട്ട് ജനിച്ചു. ഉർവശ്യാം, ഉർവശിയിൽ പ്രപിതാമഹ, ഞങ്ങളുടെ പിതാമഹൻ. വസിഷ്ഠനും ദേഹം ഉപേക്ഷിച്ചു. പക്ഷെ വസിഷ്ഠൻ മിത്രാവരണന്റെ പുത്രനായിട്ട് വീണ്ടും ജനിച്ചു എന്നാണ്. വസിഷ്ഠൻ മിത്രാവരണന്മാരുടെ രേതഫിൽ നിന്നാണ് വാസ്തവത്തിൽ ജനിച്ചത്. ഉർവശി ജനിച്ചു എന്നുള്ളത് ഉർവശിയെ കണ്ടപ്പോൾ മിത്രാവരണന്മാരുടെ രേതഫ് സ്ഖലിച്ചുപോയത് ഒരു കുടത്തിൽ നിക്ഷേപിച്ചു. ആ രേതസ്ഖലനഭൂതയായ ഉർവശി മാതാവിന്റെ സ്ഥാനമായതുകൊണ്ട് ഉർവശിയും ജനിച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ വസിഷ്ഠന്റെ ഈ ജന്മം കുടത്തിൽ നിന്നും ആണ്. വസിഷ്ഠന്റെ പൂർവ്വകഥ പല പുരാണങ്ങളിലും വിസ്തരിച്ച് വിന്യസിക്കുന്നുണ്ട്. വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ പുത്രനാണ്, നമുക്കറിയാവുന്ന കഥയാണ്. സപ്തർഷികളുടെ ഒരാളായിട്ട് ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ദക്ഷയാഗത്തിൽ വെച്ച് ദേഹം ഉപേക്ഷിക്കേണ്ടത്. അങ്ങനെ വസിഷ്ഠന്റെ ആദ്യത്തെ ജന്മം നഷ്ടപ്പെട്ടു. രണ്ടാമത്, ബ്രഹ്മാവിന്റെ തന്നെ യജ്ഞകുണ്ഡത്തിൽ നിന്നും അഗ്നിഭൂവായിട്ട് വസിഷ്ഠൻ വീണ്ടും ജനിച്ചു. ആ വസിഷ്ഠന് ഇപ്പോൾ നിമിയുടെ ശാപം കൊണ്ട് സ്വന്തം ശരീരം ഉപേക്ഷിച്ചത്. എന്നിട്ട് മിത്രാവരണന്മാരുടെ പുത്രനായിട്ട് കുടത്തിൽ നിന്നും മൂന്നാമത്തെ ജന്മമാണ് ഇപ്പോഴത്തെ വസിഷ്ഠന് ഉള്ളത് എന്ന്. ഇത് ഞങ്ങളുടെ പിതാമഹനാണ് എന്ന് ശുഗബ്രഹ്മർഷിയാണ് പറയുക. ശുഗബ്രഹ്മർഷിയുടെ പിതാവാണ് വ്യാസൻ, വ്യാസന്റെ പിതാവാണ് പരാശരൻ, പരാശരന്റെ പിതാവാണ് ശക്തി, ശക്തിയുടെ പിതാവാണ് വസിഷ്ഠൻ എന്ന് വരുമ്പോൾ ഒരു പ്രപിതാമഹനായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രപിതാമഹനായ വസിഷ്ഠൻ
മിത്രാവരണയോ ഉർവശ്യാം ജന്മേ. മിത്രാവരണന്മാരുടെ രേതസിൽ നിന്നും ജനിച്ചു. ഉർവശിയെ കണ്ടതുകൊണ്ട്, രേതസ് സ്കലിച്ചത് കൊണ്ട് ഉർവശിക്കൊരു മാതൃത്വം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഉർവശിയുടെ പുത്രനാണ് എന്ന് പറയാൻ പറ്റില്ല. കുംഭസംഭവനാണ്, അഗസ്ത്യ സഹോദരനാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ വസിഷ്ഠന്റെ ജന്മം. അപ്പം മൂന്നാമത്തെ ജന്മമാണ് ഇപ്പൊ കിട്ടിയിരിക്കുക വസിഷ്ഠന് എന്ന്. ഞങ്ങളുടെ പിതാമഹനിൽ നിന്നുമാണ് ഈ ജന്മം കിട്ടിയത് എന്ന് ഈ ശുഗബ്രഹ്മർഷി പറയുമ്പോൾ ഈ കഥയുടെ അന്തിമമായ ഭാഗത്തിലേക്കുള്ള വസിഷ്ഠ ജന്മത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഇത്യുത്സസജ്ജഫം ദേഹം നിമിരധ്യാത്മഗോവിദാം മിത്രാവരണയോർജജ്ഞേ ഉർവശ്യം പ്രപിതാമഹ. ഇത്യുത്സസജ്ജഫം ദേഹം നിമിരധ്യാത്മഗോവിദാം മിത്രാവരണയോർജജ്ഞേ ഉർവശ്യം പ്രപിതാമഹ. ഗന്ധവസ്തുഷുതം ദേഹം നിധായ മുനിസത്തമാഹ സമാപ്തേ സത്രയാഗേഥ ദേവാനുജുസ്സമാഗതാൻ. ഗന്ധവസ്തുഷു, ഗന്ധവസ്തുക്കളിൽ തം ദേഹം നിധായ, ദേഹത്തെ വെച്ചിട്ട് മുനിസത്തമാഹ, മുനിസത്തമന്മാർ സമാപ്തേ സത്രയാഗേഥ, യജ്ഞം സമാപിച്ചപ്പോൾ ദേവാൻ പൂജു സമാഗതാൻ, അവിടെ വന്നു ചേർന്നവരോട് ദേവന്മാരോട് മുനിമാർ പറഞ്ഞു എന്ന്. ഇതെല്ലാം യജ്ഞശാലയിൽ വെച്ച് സംഭവിച്ച കഥയാണ്. നിമിയുടെ യജ്ഞം നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നാണ് നിമി ദേഹം ഉപേക്ഷിച്ചു പോയത്. അപ്പൊ പിന്നെ യജ്ഞം പൂർത്തീകരിക്കണ്ടേ? മുനിമാരെല്ലാം കൂടി യജ്ഞം പൂർത്തീകരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ശരീരം എണ്ണ തോണിയിൽ നിന്ന് നിക്ഷേപിച്ചു. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞ എന്താണ് വീട്ടിൽ കൊണ്ട് മൊറച്ചറിയിൽ വെക്കുന്നത് പോലെ ഒരു എണ്ണത്തോണിയിൽ തന്നെ നിക്ഷേപിച്ചു. ഗന്ധവസ്തുഷു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുഗന്ധ തൈലത്തിൽ ഇട്ടുവെച്ചു ആ ശരീരം. യജ്ഞം തീർന്നപ്പോൾ ദേവന്മാരൊക്കെ അവിടെ എത്തിയപ്പോൾ ഈ മഹർഷിമാര് ദേവന്മാരോട് ആ ഒരു അപേക്ഷ ചെയ്തു. ഗന്ധവസ്തുഷു തം ദേഹം നിധായ മുനിസത്തമാഹം സമാപ്തേ സത്രയാഗേഥ ദേവാനുജുസ്സമാഗതാൻ. ഗന്ധവസ്തുഷു തം ദേഹം നിധായ മുനിസത്തമാഹം സമാപ്തേ സത്രയാഗേഥ ദേവാൻ ഊജുസ്സമാഗതാൻ. രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്ന പ്രഭവോ യതി തഥിത്യുക്തേ നിമിപ്രാഹ മാ ഭൂന്മേ ദേഹബന്ധനം. രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്ന പ്രഭവോ യതി. ഹേ ദേവന്മാരെ, നിങ്ങൾ സമർത്ഥരാണെങ്കിൽ, യതി പ്രഭവ, നിങ്ങൾ സമർത്ഥരാണെങ്കിൽ, പ്രസന്നാഹ, സന്തുഷ്ടവാന്മാരായിട്ട്, അയം രാജ്ഞോ ദേഹം ജീവതു, ഈ രാജാവായ നിമിയുടെ ദേഹം ജീവിച്ചു വരട്ടെ. ദേഹം ഉപേക്ഷിച്ചു പോയതാണ്, ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. അവൻ വീണ്ടും ജന്മമെടുത്ത് ജീവിച്ചു വരട്ടെ. ഇത് നിങ്ങൾ യജ്ഞഭുക്കുകളായി യജ്ഞത്തിന്റെ എല്ലാ ഹവിർഭാഗങ്ങളും അനുഭവിച്ച് സന്തുഷ്ടരായി വന്നിരിക്കുന്ന നിങ്ങളുടെ അപേക്ഷയാണ്. നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ, സമർത്ഥരാണെങ്കിൽ നിമിയെ ജീവിപ്പിക്കണം. രാജ്ഞോ ജീവദേഹോയം പ്രസന്ന പ്രഭോയതി തഥേത്യുക്തി നിമിപ്രാഹ. അങ്ങനെ ആകട്ടെ എന്ന് ദേവന്മാർ പറഞ്ഞപ്പോൾ നിമിപ്രാഹ, നിമി ആ ശരീരത്തിൽ ആവേശിച്ചിട്ട് പറഞ്ഞു, മാ ഭൂന്മേ ദേഹബന്ധനം, ഇനി എനിക്കൊരു ദേഹബന്ധനം ആവശ്യമില്ല, വേണ്ട. തഥാ ഇത്യുക്തേ, ദേവന്മാർ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അത് സപ്തമിയാണ്, നിമിപ്രാഹ, നിമി പറഞ്ഞു, എനിക്ക് ദേഹബന്ധം ഉണ്ടാവാതിരിക്കണം. ജന്മമേ എനിക്ക് ആഗ്രഹമില്ല. അഥവാ എനിക്ക് ജന്മം നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് എൻ്റെ ദേഹത്തിനോടൊരു ബന്ധവും ഉണ്ടാകാത്ത ജന്മമേ എനിക്കിനി വേണ്ടിയുള്ളൂ. രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്ന പ്രഭോയതി തഥേത്യുക്തേ നിമിപ്രാഹ മാ ഭൂന്മേ ദേഹബന്ധനം.
രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്ന പ്രഭോ യതി തഥിത്യുക്തി നിമിപ്രാഹ മാ ഭൂന്മേ ദേഹബന്ധനം യഫയോഗം ന വാഞ്ചന്തി വിയോഗഭയകാതരാഹം ഭജന്തി രണാംഭോജം മുനയോ ഹരിമേധഭ ദേഹം നാവരുഷേഹം ദുഃഖശോകഭയാവഹം സർവത്രാഫ്യേതോ മൃത്യും മധ്യാനാമുദകേ യഥാം ഇഫ് യോഗം ന വാഞ്ചന്തി യാതൊന്നിന്റെ യോഗത്തെ ആഗ്രഹിക്കുന്നില്ലയോ വിയോഗ ഭയകാതരാഹ വേർപാടുകൊണ്ട് സഹിക്കാവാത്ത ദുഃഖം ഉണ്ടാകുന്ന മുനിമാർ യാതൊന്നിന്റെ യോഗത്തെ ന വാഞ്ചന്തി ആഗ്രഹിക്കുന്നില്ലയോ. ഈ മഹർഷിമാരാരും ദേഹബന്ധനം ആഗ്രഹിക്കുന്നവരല്ല. കാരണം എന്താണ്? വിയോഗം, ഭയം, ദുഃഖം, ഇത് മൂന്നുമാണ് ശരീരബന്ധം കിട്ടിയാൽ ഉള്ള അനുഭവങ്ങൾ. ശരീരം ഉടലെടുത്ത് വീണ്ടും ജന്മമെടുത്താൽ വരുന്നത് എന്നെങ്കിലും വിയോഗം ഉണ്ടാവും, ഉറപ്പാണ്. അതേപോലെ ജനിക്കുമ്പോൾ മുതൽ ഭയമാണ് മരിക്കുന്നത് വരെ. കാതരാഹ, ദുഃഖങ്ങൾ എത്ര തരത്തിൽ. എന്തിനാണ് ഇങ്ങനെ ഒരു ദേഹബന്ധം? വിയോഗഭയകാതരാഹ യഫ് യോഗം, യഫ് ശരീരഫ് യോഗം ന വാഞ്ചന്തി, ആഗ്രഹിക്കുന്നില്ല. ഈ നിൽക്കുന്ന മഹർഷിമാർ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ഉപേക്ഷിച്ചു പോയി നിങ്ങൾ ബ്രഹ്മബന്ധം പ്രാപിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ആ നിങ്ങൾ എന്നെ വീണ്ടും ഇങ്ങോട്ടൊരു ദേഹബന്ധനത്തിലേക്ക് കൊണ്ടുവരികയാണോ? ഭജന്തി ചരണാംഭോജം മുനയോ ഹരിമേധഭ. മുനിമാർ ഹരിമേധഭായ ഭഗവാന്റെ ചരണാംഭോജത്തെ സ്മരിക്കുന്നവരാണല്ലോ. എന്തായാലും ഉണ്ടായ ശരീരം നശിക്കും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ദേഹവിയോഗ രൂപമായ മരണഭയം, അതുകൊണ്ട് ക്ലേശിക്കുന്ന വിചാരശീലരായ മുനിമാർ ദേഹസംബന്ധരൂപമായ സംസാരക്ലേശത്തെ നിശേഷം ഇല്ലാതാക്കിയിട്ട് വീണ്ടും ജനനമില്ലാത്ത ഒരു മോക്ഷപദവി ഭക്തന്മാർക്ക് നൽകണം എന്നാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവർ ഭഗവാന്റെ പാദത്തെ പരമപ്രേമത്തോടെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹം ന അവരുരുത്സഹേ, ദേഹത്തെ ആരോഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ന അവരുരുത്സേ, അവരുരോഹത്തെ എന്നുള്ളതിൻ്റെ ഭാവികാരമാണ് അവരുരുത്സേ. ന അവരുരുത്സേ എന്നാണ്. ദേഹത്തെ അവരോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദേഹത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദുഃഖ ശോക ഭയാവഹമാണ് ദേഹം. ദുഃഖം, ശോകം, ഭയം, ഇത് മൂന്നുണ്ടാക്കുന്നതാണ്. സർവത്ര അഫ്യേതോ മൃത്യുഹു മത്സ്യാനാം ഉദകേയഥ. എങ്ങനെയെന്നാൽ ജലാന്തർഭാഗത്തിൽ വസിക്കുന്ന മത്സ്യങ്ങൾക്ക് ചുറ്റും ജലം കാണുന്നത് പോലെയാണ് ഈ ശരീരം. ഏത് ദിക്കിൽ നോക്കിയാലും നാശമേ ഉള്ളൂ ഫലം. മത്സ്യാനാം യഥാ ഉദകെ, മത്സ്യങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ ഉള്ളൂ. ചുറ്റും വെള്ളം, മുകളിൽ വെള്ളം, താഴെ വെള്ളം, ഇടത്ത് വലത്ത് സകലയിടത്തും വെള്ളം. ഇതുപോലെയാണ് ശരീരത്തിനും. ഏത് ദിക്കിലേക്ക് നോക്കിയാലും നാശമുള്ള ഫലം. മുകളിൽ നോക്കിയാൽ നശിക്കും, താഴെ നോക്കിയാൽ, ഇടത്ത് നോക്കിയാൽ, വലത്ത് നോക്കിയാൽ ഒക്കെ ശരീരം നാശഫലം ഉള്ളതാണ്. അങ്ങനെ ഈ ശരീരം എന്തിനാണ് ഇനി എനിക്ക് അങ്ങനൊരു മോഹമേ ഇല്ല. നിങ്ങളൊക്കെ കൂടി ജീവിപ്പിച്ച് ഇനി ശരീരം എനിക്ക് തരികയും വേണ്ട. നിങ്ങളാണെ അങ്ങനെ ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ.
പിന്നെ എനിക്കെന്തിനീ ശരീരം എന്നിങ്ങനെ നിമി ആ ദേവന്മാരോട് അപേക്ഷിച്ചു. ഇഫ് യോഗം നവാഞ്ചന്തി വിയോഗഭയകാതരാം ഭജന്തി രണാംഭോജം മുനയോ ഹരിമേധവാം ദേഹം നാവരുത്സേഹം ദുഃഖശോകഭയാപഹം സർവത്രാഫ്യതോ മൃത്യുർ മത്സ്യാനാമുദകേ യഥാം ഇഫ് യോഗം നവാഞ്ചന്തി വിയോഗഭയകാതരാം ഭജന്തി രണാംഭോജം മുനയോ ഹരിമേധവാം ദേഹം നാവരുത്സേഹം ദുഃഖശോകഭയാവഹം സർവത്രാഫ്യതോ മൃത്യുർ മത്സ്യാനാമുദകേ യഥാം. ദേവാവുരു കേട്ടപ്പോ ദേവന്മാരെല്ലാം കൂടി പറഞ്ഞു, വിദേഹ ഉഷ്യതാം കാമം ലോചനേഷു ശരീരിണം ഉന്മേഷനിമേഷാഭ്യാം ലക്ഷിതോധ്യാത്മസംസ്ഥിതാം. വിദേഹ ശരീരമില്ലാത്തവനായിട്ട്, ഉഷ്യതാം വഹിക്കട്ടെ, കാമം ഇഷ്ടം പോലെ, ലോചനേഷു ശരീരിണം ശരീരമുള്ള മനുഷ്യരുടെ കണ്ണുകളിലെ ശരീരമില്ലാത്തവനായിട്ട് നിമി ഇഷ്ടം പോലെ വഹിച്ചോട്ടെ. ശരീരം വേണ്ടെന്നല്ലേ ആവശ്യപ്പെട്ടുള്ളൂ നിമി, ഇന്ദ്രിയം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണുകളിൽ ഈ നിമി ചിരകാലം ജീവിക്കട്ടെ എന്ന് ദേവന്മാരെല്ലാം കൂടി ശരീരം കൊടുക്കാതെ അദ്ദേഹത്തിന് ജന്മം കൊടുത്തു. ശരീരബന്ധം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ശരീരബന്ധമില്ലാതെയും നിമിയുടെ പ്രാർത്ഥന അനുസരിച്ച് ഒരു ജന്മത്തെ മഹർഷിമാർ ദാനമായി കൊടുത്തത് വരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നേത്രങ്ങളിലെ ഉന്മേഷനിമേഷങ്ങളായിട്ട് നിമി ഇപ്പോഴും വസിക്കുന്നു എന്നൊരു സങ്കല്പം. കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നിമിഷം എന്നൊക്കെ കണ്ണടക്കലും തുറക്കുന്നതിന് പേര് വരാൻ കാരണം നിമിയുടെ ശക്തി കണ്ണിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിമേഷം, ഉന്മേഷം എന്നൊക്കെ, അനിമേഷം എന്നൊക്കെ നമ്മൾ കണ്ണടക്കൽ തുറക്കലിന് പറയുന്ന വാക്കുകൾ ഈ നിമിയുടെ സ്ഥാനാരോഹണം കൊണ്ട് വന്നു ചേർന്ന വാക്കുകളാണ് അവകൾ. വിദേഹ ഉഷ്യതാം കാമം ലോചനേഷു ശരീരിണം ഉന്മേഷനിമേഷാഭ്യം ലക്ഷിതോധ്യാത്മസംസ്ഥിതാം. വിദേഹ ഉഷ്യതാം കാമം ലോചനേഷു ശരീരിണം ഉന്മേഷണനിമേഷാഭ്യം ലക്ഷിതോധ്യാത്മസംസ്ഥിതാം. ഉന്മേഷനിമേഷങ്ങൾ കൊണ്ട് കാണപ്പെട്ടവനായിട്ട്, അധ്യാത്മസജ്ഞയോട് കൂടിയവനായിട്ട് ഇപ്പോഴും ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അരാജകഭയം നൃഗണാം മന്യമാനാമഹർഷയാം ദേഹം മമന്തുസ്മനിമേ കുമാരഫമജായതാം. അങ്ങനെ നിമി കണ്ണുകളിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ രാജ്യം ഭരിക്കാൻ ആളില്ലല്ലോ. എന്താ വേണ്ടത്? അരാജക ഭയം. രാജാവില്ല രാജ്യത്ത് എന്നുള്ളത് ഒരു ഭയമാണ്. അങ്ങനെ വന്നാൽ എന്തെന്ത് അധർമ്മങ്ങൾ അഴിഞ്ഞാടും, രാജ്യം മുഴുവൻ ദുഷ്ടന്മാരുടെ കയ്യിലകപ്പെടും. ഇത് പാടില്ല. അരാജകമായിട്ട് രാജ്യം ഇരിക്കാൻ പറ്റില്ല. നൃണാം മനുഷ്യർക്ക്, മന്യമാന മഹർഷയ ഇങ്ങനെ വിചാരിച്ച മഹർഷിമാരെ ദേഹം മമന്ധു നിമിയുടെ ദേഹത്തെ കടയാൻ തീരുമാനിച്ചു. മമന്ധു കടഞ്ഞു. മമന്ധുസ്മ നിമേഹി കുമാരപ്പമജായത. അതിൽ നിന്നൊരു പുത്രനെ ലഭിച്ചു. പിന്നെ നിമിയുടെ ദേഹം പണ്ട് വേനന്റെ ദേഹം കടഞ്ഞെടുത്തതുപോലെ ഇവിടെ നിമിയുടെ ദേഹം കടഞ്ഞ് ഒരു കുമാരൻ ഉണ്ടായി. അരാജക ഭയം നൃഗണാം മന്യമാനാമഹർഷയാം ദേഹം മമന്ധുസ്മനിമേ കുമാരഫമജായതാം. അരാജക ഭയം നൃഗണാം മന്യമാനാമഹർഷയാം ദേഹം മമന്ധുസ്മനിമേ കുമാരഫമജായതാം. ജന്മനാ ജനകഫോഭോ വൈദേഹസ്തു വിദേഹജാം മിഥിലോ മഥനാജാതോ മിഥിലായ നിർമ്മിതാം. അങ്ങനെ
ജന്മന ജന്മം കൊണ്ട് ജനക അഭൂത്. ആ രാജകുമാരന് ജന്മം കൊണ്ട് തന്നെ ജനകൻ എന്നൊരു പേര് ലഭിച്ചു. അന്വർത്ഥമായ 3 പേര്. വൈദേഹസ്തു വിദേഹജ, ദേഹമില്ലാത്തവൻ ആന്റെ ശരീരത്തിൽ നിന്നും ജനിച്ചത് കൊണ്ട് വിദേഹൻ എന്നൊരു പേര്. മിഥില എന്നൊരു പേരുണ്ട്. മഥനാജാത, ശരീരം എടുത്തതിൽ നിന്നും ഉണ്ടായതുകൊണ്ട് മിഥില, അതുകൊണ്ട് മിഥിലൻ എന്ന പേരായി. അവനാൽ നിർമ്മിച്ച രാജ്യത്തിന് മിഥില എന്നും പേരായി. ഇങ്ങനെ 3 പേരുകൾ ആ രാജകുമാരനുണ്ടായി. അന്വർത്ഥമായ 3 സ്വപ്നങ്ങൾ. ജനകൻ, വൈദേഹൻ, മിഥിലൻ എന്ന് 3 പേരുകൾ രാജകുമാരനുണ്ടായി എന്ന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ, ജനകനെ കുറിച്ച് സ്ഥിരം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിമിയുടെ പുത്രനായി ജനിച്ച കഥ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് ഇവിടെ. ജന്മം കൊണ്ട് ജനകൻ എന്ന പേരായി. ദേഹമില്ലാത്തവനായിട്ട് പ്രാണികളുടെ നേത്രങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് വിദേഹൻ എന്ന പേരായി. മഥനത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് മിഥിലൻ എന്ന പേരായി. മിഥിലൻ എന്ന രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട പുരിക്ക് മിഥിലാപുരി എന്ന് പിൽക്കാലത്ത് പേരുമായി. ജന്മന ജനക ഫോഭോദ്വൈദേഹസ്തു വിദേഹജ, മിഥിലോ മഥനാജാതോ മിഥിലായ നിർമ്മിത. ജന്മനാ ജനക ഫോഭോദ്വൈദേഹസ്തു വിദേഹജ, മിഥിലോ മഥനാജാതോ മിഥിലായേന നിർമ്മിതാം. തസ്മാദുദാവസുസ്തസ്യ പുത്രോ അഭോ നന്ദിവർദ്ധന, തതസ്സുകേതുസ്തസ്യാപി ദേവരാജോ മഹീപതേ. തസ്മാത് അവനിൽ നിന്നും, മിഥിലിൽ നിന്നും ഉദാവസു എന്ന പുത്രൻ. തസ്മാദുദാവസു തസ്യ പുത്ര അഭൂത് നന്ദിവർദ്ധന, അവന്റെ പുത്രൻ നന്ദിവർദ്ധനൻ. തത സുകേതു, അവന്റെ പുത്രൻ സുകേതു. ഞാൻ ക്ലാസ്സിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാഗവതം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തസ്മാത് ഉദവസുസ്തസ്യ പുത്രോ ഭൂ നന്ദിവർദ്ധന, തതഃസുകേതുസ്തസ്യാപി ദേവരാജോ മഹീപതേ. ഇനി അവരുടെ വംശപരമ്പരയുടെ പേര് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അവനിൽ നിന്നും സുകേതു ഉണ്ടായി, അവനിൽ നിന്നും ദേവരാജൻ ഉണ്ടായി. തസ്മാദുദാവസുസ്തസ്യ പുത്രോ ഭൂന്നന്ദിവർദ്ധന, തതഃസുകേതുസ്തസ്യാപി ദേവരാജോ മഹീപതേ. തസ്മാദുദാവസുസ്തസ്യ പുത്രോ ഭൂന്നന്ദിവർദ്ധന, തതഃസുകേതുസ്തസ്യാപി ദേവരാജോ മഹീപതേ. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യസുധൃത്പിതാം, സുധൃതധൃഷ്ടകേതുർവൈഹര്യശോധ മരുസ്തതാം. തസ്മാത് ദേവരാജനിൽ നിന്ന് ബൃഹദ്രഥനും, തസ്യ അവനിൽ നിന്നും മഹാവീര്യനും, അവനിൽ നിന്നും സുധൃതിയും, സുധൃതിയിൽ നിന്നും ധൃഷ്ടകേതുവും, ധൃഷ്ടകേതുവിൽ നിന്നും ഹരീശ്വനും, ഹരീശ്വനിൽ നിന്നും മരുവും ഉണ്ടായി. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യസുധൃത്പിതാം, സുധൃതധൃഷ്ടകേതുർവൈഹര്യശോധമരുസ്തതാം. മരോഹ പ്രദീപകഃ തസ്മാത് ജാതകൃതരഥോജിത, ദേവമീഠസ്തസ്യ സുതോ വിശ്രുതോഥ മഹാധൃതി. മരുവിനിൽ നിന്നും പ്രദീപകൻ എന്ന പുത്രൻ, അവനിൽ നിന്നും കൃതരഥൻ, അവനിൽ നിന്നും ദേവമീഠൻ, അവനിൽ നിന്നും വിശ്രുതൻ, അവനിൽ നിന്ന് മഹാധൃതി ഉണ്ടായി. മരോ പ്രദീപകസ്തസ്മാത് ജാതകൃതരഥോയിതാം, ദേവമീഠസ്തസ്യ സുതോ വിശ്രുതോഥ മഹാധൃതി. ധൃതിരാതസ്തതസ്തസ്മാത് മഹാരോമാഥ തത്സുതാം,
സ്വർണരോമാഫുതസ്തഫ്യാഹ്രഫ്വരോമാ വ്യജായതാം. ആ മഹാധൃതിയിൽ നിന്നും കൃതരാജനുണ്ടായി. അവനിൽ നിന്നും മഹാരോമാവുണ്ടായി. അവനിൽ നിന്നും സ്വർണരോമാവുണ്ടായി. അവനിൽ നിന്നും ഹ്രസ്വരോമാവും ഉണ്ടായി. കൃതിരാതസ്തതസ്തസ്മാൻ മഹാരോമാധതൽഫുതാം സ്വർണരോമോഫുതസ്തഫ്യാഹ്രസ്വരോമാ വിജായതാം. തതഃ ക്ഷീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹീം. ക്ഷീരാഗ്രതോ ജാതാ തസ്മാൻ ക്ഷീരധ്വജസ്മൃതാം. ഹ്രസ്വരോമാവിൽ നിന്നും ക്ഷീരധ്വജനുണ്ടായി. അദ്ദേഹം യാഗത്തിനു വേണ്ടി ഭൂമി ഉഴുതപ്പോൾ യജ്ഞാർത്ഥം കർഷതോ മഹി. യജ്ഞത്തിന് വേണ്ടി ഭൂമി ഉഴുതപ്പോൾ ക്ഷീരഗ്രതോ ജാതാം. കലപ്പയുടെ അറ്റത്തു നിന്നും ക്ഷീരയുണ്ടായി. തസ്മാത് ക്ഷീരധ്വജ സ്മൃതാം. അതുകൊണ്ട് അവന് ക്ഷീരധ്വജൻ എന്ന് കീർത്തി ലഭിക്കുകയും ചെയ്തു. രാജാക്കന്മാർക്ക് ധ്വജനാണ്, കൊടുക്കൂറ പോലെ കീർത്തിഹേതുവാണ്. ആ ക്ഷീരാഗ്രത്തിൽ ജനിച്ച ക്ഷീര നിമിത്തമാണ് ഈ കീർത്തി രാജാവിനുണ്ടായത്. അതുകൊണ്ട് ക്ഷീരധ്വജൻ എന്നൊരു പേരും കൂടി ഉണ്ടായി. തതഃ ക്ഷീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹീം. ക്ഷീരാഗ്രതോ ജാതാ തസ്മാൻ ക്ഷീരധ്വജസ്മൃതാം. കുശധ്വജസ്തസ്യ പുത്രസ്തതോ ധർമ്മധ്വജോ നൃപാം. ധർമ്മധ്വജസ്യതോ പുത്രോ കൃതധ്വജമിതധ്വജൗ. അവന് 2 പുത്രന്മാരുണ്ട്. കുശധ്വജ തസ്യ പുത്ര, ക്ഷീരധ്വജന്റെ പുത്രൻ കുശധ്വജൻ. ധർമ്മധ്വജോ നൃപ, അവന് ആ ധർമ്മധ്വജന് 2 പുത്രന്മാരുണ്ടായി. കൃതധ്വജ മിതധ്വജന്മാർ എന്ന് 2 പേർ. കുശധ്വജസ്തസ്യ പുത്രസ്തതോ ധർമ്മധ്വജോ നൃപാം. ധർമ്മധ്വജസ്യതോ പുത്രോ കൃതധ്വജമിതധ്വജൗ. കൃതധ്വജാത് കേശിധ്വജ ഖാണ്ഡിക്യസ്തുമിതധ്വജാത്. കൃതധ്വജഫുതോ രാജൻ ആത്മവിദ്യാവിശാരദാം. കൃതധ്വജനിൽ നിന്നും കേശിധ്വജനുണ്ടായി. മിതധ്വജനിൽ നിന്നും ഖാണ്ഡിക്യനുണ്ടായി. കേശിധ്വജൻ ബ്രഹ്മവിദ്യയിൽ നിപുണനും ആയിരുന്നു. കൃതധ്വജാത് കേശിധ്വജ ഖാണ്ഡിക്യസ്തുമിതധ്വജാത്. കൃതധ്വജഫുതോ രാജൻ ആത്മവിദ്യാവിശാരദാം. ഖാണ്ഡിക്യ കർമ്മതത്വജ്ഞോ ഭീത കേശിധ്വജദ്രുത. ഭാനുമാം തസ്യപുത്രോ ഭൂത് ശതദ്യുമ്നസ്തുതൽഫുതാം. ഖാണ്ഡിക്യ മിതധ്വജനുണ്ടായ ഖാണ്ഡിക്യൻ ബ്രഹ്മവിദ്യയിൽ നിപുണനായിരുന്നു എന്നുള്ളതിന് കർമ്മതത്വജ്ഞനുമായിരുന്നു. കർമ്മവിദ്യയിലും നിപുണനായിരുന്നു. ബ്രഹ്മവിദ്യയിലും കർമ്മവിദ്യയിലും. ബ്രഹ്മവിദ്യാവിശാരദനായ അവൻ കേശിധ്വനിൽ നിന്നും ഭീതനായ ഖാണ്ഡിക്യൻ രാജ്യം വിട്ടുപോയി. കേശിധ്വജാത് ഭീത ദ്രുത. കേശിധ്വജനിൽ നിന്നും പേടിച്ചിട്ട്, കേശിധ്വജൻ ബ്രഹ്മവിദ്യ നിപുണനായിരുന്നു. ഇദ്ദേഹം ഖാണ്ഡിക്യൻ ബ്രഹ്മവിദ്യ നിപുണനാണ്, കർമ്മവിദ്യ നിപുണനാണ്. പക്ഷെ ബ്രഹ്മവിദ്യയിൽ വിശാരദനായ കേശിധ്വജനിൽ നിന്നും പേടിച്ചിട്ട് അദ്ദേഹം രാജ്യം വിട്ടുപോയി. ഭാനുമാസ്തസ്യ പുത്ര, അവന്റെ പുത്രൻ ഭാനുമാൻ എന്നും അവന് ശതദ്യുമ്നൻ എന്നും പേരായ പുത്രന്മാർ ഉണ്ടായി. ഖണ്ഡിക്യ കർമ്മതത്വജ്ഞോ ഭീത കേശിധ്വജദ്രുത. ഭാനുമാം തസ്യ പുത്രോ ഭോ ശതദ്യുമ്നസ്തുതൽഫുതാം. ഖാണ്ഡിക്യ കർമ്മതത്വജ്ഞോ ഭീത കേശിധ്വജദ്രുത. ഭാനുമാം തസ്യ പുത്രോ ഭോ ശതദ്യുമ്നസ്തുതൽഫുതാം. ശ്രുതിസ്തത്തനേസ്തസ്മാൻ ഫനദ്വാജസ്തതോഭവൻ. ഊർധ്വകേതു ഫനദ്വാജാത് അജോധപുരുജിത്സുതാം. ശതദ്യുമ്നന്റെ പുത്രൻ ശുചി, അവന്റെ പുത്രൻ ഫനദ്വാജൻ, അവന്റെ പുത്രൻ ഊർധ്വകേതു,
അവന്റെ പുത്രൻ അജൻ, അജന്റെ പുത്രൻ പുരുജിത്ത്. ശുചിസ്തത്തനയാസ്തസ്മാൻ ഫനദ്വാജസ്തതോഭവൻ ഊർധ്വകേതു ഫനദ്വാജാവ് അഥ പുരുജിത് സുതാം അരിഷ്ടനേമിസ്തസ്യാപി സുതായുസ്തത്സുപാർശ്വകാം തതശ്ചിത്രരഥോ യഫ്യക്ഷേമധർമ്മിഥിലാധിപാം. ആ പുരുജിത്തിന്റെ പുത്രൻ അരിഷ്ടനേമി, അവന്റെ പുത്രൻ ശ്രുതായുഫ്, അവന്റെ പുത്രൻ സുപാർശ്വകൻ, അവന്റെ പുത്രൻ ചിത്രരഥൻ, അവന്റെ പുത്രൻ ക്ഷേമനിധി. ഇവരെല്ലാം മിഥില ഭരിച്ച രാജാക്കന്മാരാണ്. മിഥിലാധിപ അരിഷ്ടനേമുസ്തസ്യാപി സുതായുസ്തത്സുപാർശ്വകാം തതശ്ചിത്രരഥോ യഫ്യക്ഷേമധി മിഥിലാധിപാം. തസ്മാദ് ഹേമരഥസ്തസ്യ ഫുതഫത്തിരഥസ്തതാം ആഫീദുപഗുരുസ്തസ്മാത് ഉപഗുപ്തോഗ്നിസംഭവാം. ആ ക്ഷേമധിയിൽ നിന്നും, തസ്മാത് ക്ഷേമധിയാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്, അവനിൽ നിന്നും ഹേമരഥ രഥനും തഫ്യഫുത അവന്റെ പുത്രൻ ഫത്യരഥനും തതഹ അവനിൽ നിന്നും ആഫീദ് ഉണ്ടായി ഉപഗുരുവിൽ നിന്നും ഉപഗുപ്തനും ആ ഉപഗുപ്തനിൽ നിന്നും അഗ്നിസംഭവനും ഉണ്ടായി. ഉപഗുപ്തൻ തന്നെ അഗ്നിയുടെ അംശത്തിൽ നിന്നും ജനിച്ചവനും ആയിരുന്നു. തസ്മാത് ഹേമരഥസ്തസ്യ ഫത്യരഥസ്തതാം ആഫീദുപഗുരുസ്തസ്മാത് ഉപഗുപ്തോഗ്നിസംഭവാം. ശ്വസനസ്ത്വതത്പുത്രോ സുവർച്ചോ യത്സുഭാഷണം ശ്രുതസ്തതോ ജയസ്തസ്മാൻ ദ്വിജയോസ്മാദ്ധതയഫുതാം. ഉപഗുപ്തനിൽ നിന്നും ശ്വസനൻ, അവനിൽ നിന്നും സുവർച്ചസ്, അവനിൽ നിന്നും സുഭാഷണൻ, അവനിൽ നിന്ന് ശ്രുതൻ, അവനിൽ നിന്ന് ജയൻ, അവന്റെ പുത്രൻ വിജയൻ, അവന്റെ പുത്രൻ ധൃതൻ. ശ്വസനസ്ത്വതപുത്രോ സുവർച്ചായത് സുഭാഷണാം ശ്രുതസ്തതോ ജയസ്തസ്മാത് വിജയോസ്മാദ്ധൃതഫുതാം. ശുനകസ്തത്ഫുതോ ജജ്ഞേ വീതഹവ്യോധതിസ്തതാം ബഹുനാശ്വോധതസ്തസ്യാഗതിരസ്യ മഹാവശീ. പുത്രന് ശുനകൻ, അവനിൽ നിന്നും വീതഹവ്യൻ, അവനിൽ നിന്ന് ധൃതി, അവനിൽ നിന്ന് ബഹുലാശ്വൻ, അവനിൽ നിന്ന് കൃതി, അവനിൽ നിന്ന് മഹാവശി ഉണ്ടായി. ശുനകസ്തത്ഫുതോ ജജ്ഞേ വീതഹവ്യോധതിസ്തതാം ബഹുനാശ്വോധതസ്തസ്യാകൃതിരസ്യ മഹാവശീ. ഏതേ വൈ മൈഥിലാരാജൻ ആത്മവിദ്യാവിശാരദാം യോഗേശ്വര പ്രസാദേന ദ്വന്ദ്വേർമുക്താ ഗൃഹേഷ്വീം. ഏതേ വൈ ഇവരൊക്കെ തന്നെ മൈഥിലാഹ മിഥില ഭരിച്ച രാജാക്കന്മാരാണ്. രാജൻ ആത്മവിദ്യാവിശാരദാഹ ഇവരൊക്കെ ആത്മവിദ്യയിൽ വിശാരദന്മാരുമാണ്. മിഥില ഭരിച്ചവരൊക്കെ യോഗേശ്വര പ്രസാദേന യോഗേശ്വരന്മാരുടെ പ്രസാദം അനുഗ്രഹം കൊണ്ട് ഗൃഹേഷു അഭിദ്വന്ദ്വേർമുക്താഹ വീടുകളിൽ താമസിച്ചിരുന്നവരാണെങ്കിലും അവർക്ക് ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ചവരാണ്. സുഖം, ദുഃഖം, നിന്ദ, സ്തുതി, ലാഭം, നഷ്ടം തുടങ്ങിയ ദ്വന്ദ്വങ്ങളിൽ നിന്നും അവർക്കൊരു സന്തോഷവും സന്താപമോ ഉണ്ടാകാതെ സ്വധർമ്മതൽപരന്മാരായ രാജാക്കന്മാരായിരുന്നു നിമിയുടെ വംശപരമ്പര എന്ന് പറഞ്ഞ് ആ അധ്യായമോടെ ഉപസംഹരിച്ചു. ഏതേ വൈ മൈഥിലാരാജന് ആത്മവിദ്യാവിശാരദാം യോഗേശ്വര പ്രസാദേന ദ്വന്ദ്വേർമുക്താ ഗൃഹേഷ്വീം. അങ്ങനെ ആ ഒരു അധ്യായത്തിൽ നിമിയുടെ ഒരു കഥ ചുരുക്കി പറഞ്ഞിട്ട് വംശപരമ്പരയും വർണ്ണിച്ചവിടെ ഉപസംഹരിച്ചു. ബാക്കി എന്താ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. 25-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ പേരേതാ? അസ്സനന്തോന്നാണ്.
രണ്ടു പേരും ഷൊഫൻ എന്നുള്ള പേരാണ് ഭാഗവതത്തിൽ ആധികാരികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പകരം വഫൻ എന്നൊരു പേരും കൂടി പറയുന്നുണ്ട്. പക്ഷെ ആ പേരിന് വേറെ ഒരു പ്രസക്തി കാണുന്നില്ല. മറ്റെങ്ങും അത് പറഞ്ഞു കേട്ടിട്ടില്ല. വ്യാഖ്യാതാക്കളെല്ലാം ഷൊഫൻ എന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിടത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കി അധികം പേരുകൊണ്ട് ഷൊഫൻ എന്ന പേര് തന്നെയായിരിക്കും നല്ലത്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാം. സംശയമില്ലാണ്ട് ചോദിക്കാം. വേദസ്തുതി ഞാൻ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിലെല്ലാം ഇട്ട് കണ്ടു കാണുമല്ലോ. നിങ്ങളെല്ലാം അന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് മടിച്ചിരുന്നെങ്കിലും അവസാനം അത് ചെറിയ 50 പേജിലെ ചെറിയ പുസ്തകമാക്കി. അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. വേദസ്തുതിയുടെ ഭാഗം മാത്രമായിട്ട് അന്വയ അർത്ഥത്തോടുകൂടി പുസ്തകമാക്കിയിട്ടുണ്ട്. മടത്തിൽ കിട്ടാനുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാം, ആർക്കെങ്കിലും കൊടുക്കാം, ഒക്കെ ചെയ്യാം. കണ്ടു സാറേ, പറഞ്ഞിട്ടുണ്ട്, വിദ്യയോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ. 50 രൂപയല്ലേ ഉള്ളൂ. അപ്പം എല്ലാത്തിനും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അത്ര വാങ്ങിച്ചോ? ഓ ശരി, വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചു. ഞങ്ങള് കുറെ പേര് വാങ്ങിച്ചു. കാരണം സാധാരണഗതിയിൽ വർഷം വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ക്ലിഷ്ടതയുള്ള ആ ഭാഗം. അതുകൊണ്ടത് വ്യാഖ്യാനിച്ചിറക്കിയെന്ന് മാത്രം. നാളെ ക്ലാസ് കഴിഞ്ഞു. നാളെ ക്ലാസ് ഉണ്ട്. നമ്മുടെ മലയാളം ഭാഗവതം വായിക്കുന്നവർക്കും ഇത് സഹായകരമായിരിക്കും. പിന്നെ ആരും എല്ലാവർക്കും വേണ്ടതാ. അതുകൊണ്ട് എല്ലാവർക്കും, അല്ലാതെ മൂലഭാഗവതം മാത്രം വായിക്കുന്നവർക്ക് അല്ല, എല്ലാവർക്കും വേണ്ടതാണ്. നാരായണീയത്തിലും ഉണ്ടല്ലോ അത്. അതില് കുറെ ഉള്ളർത്ഥങ്ങൾ ഉണ്ടല്ലേ സാറേ? അതെല്ലാം സാറ് വിസ്തരിച്ച് ഞാൻ 1-2 വായിച്ചു നോക്കി. ഉണ്ട്. അതറിയണം, എന്നാലേ നമുക്ക്. അല്ലെങ്കിൽ വേദസ്തുതി എന്നതാണ് പിടി കിട്ടിയത്. അതുകൊണ്ടാ അങ്ങനെ അത് വ്യാഖ്യാനിക്കും. ഞാൻ 2-3 വായിച്ചു നോക്കി. ശരി. അന്തരാർത്ഥം അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ശരി, അതുകൊണ്ടാ. സംശയങ്ങൾ പ്രസംഗില്ല. സാറേ, അപ്പം ശ്രീരാമന്റെ സീതയുടെയും വിവാഹത്തിന് മുമ്പ് തന്നെ അയോധ്യ രാജാക്കന്മാരും മിഥില രാജാക്കന്മാരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നേരത്തെ ഉള്ളതാണ്. കാരണം അങ്ങനെയാണ് ഈ യാജ്ഞവൽക്കനും ഒക്കെ ഉണ്ടാവാൻ. അതെ. കാരണം അങ്ങനെയാണ്. അവര് രണ്ട് രാജവംശങ്ങളും വളരെ നാള് ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിച്ചവരുമാണ്. കാരണം മഥനം ചെയ്തുകൊണ്ട് കിട്ടിയതുകൊണ്ടാണല്ലോ മിഥിലൻ എന്നുള്ള പേര് തന്നെയാണ് വരാനും കാരണമായിട്ട്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്ന് ഈ കോശങ്ങളെ, അതായത് ഒരു മനുഷ്യന്റെ കോശത്തിൽ നിന്നും ഇന്ന് നമ്മൾ ഈ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് നമുക്ക് വേറെ ഒരു സൃഷ്ടിക്കാം എന്ന് പറഞ്ഞത് അതിന്റെ മറ്റൊരു രൂപം. ഒരുപക്ഷെ ഇത് ഇപ്പോൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ വരെ ഒരു പക്ഷെങ്കിൽ ഇത് വെറും വിദ്യയായിട്ട് നമുക്ക് കണക്കാക്കാം. വെറും കള്ളക്കഥയാണ്. ഇന്ന് പക്ഷെ നമുക്കത് നമുക്ക് പറയാൻ പറ്റൂല. ഇന്നിപ്പോ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നിങ്ങനെ ആയിട്ടുണ്ടല്ലോ. അതെ. മഥനം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു. ഇങ്ങനെ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നായിരിക്കണം. തീർച്ചയായിട്ടും. അതിപ്പോ ശാസ്ത്രം തെളിയിച്ചു വന്നപ്പോഴാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നത്. നമ്മുടെ വൈദ്യ ആരോഗ്യം, വൈദ്യം, ഇതേമാതിരിയുള്ള ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങൾ പഠനങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. സംസ്കൃതമായിട്ട് നമ്മളത് അവഗണിച്ചു പോയി. കാരണം കോശങ്ങളാണല്ലോ സൃഷ്ടിക്കുള്ള കാരണം തന്നെ. അതെ. എന്തായാലും നമ്മള് വെറും കടങ്കഥകളാണ്, പറഞ്ഞിരിക്കുന്ന ഭാഗവതത്തിൽ നമ്മുടെ എന്തെല്ലാം ശാസ്ത്രങ്ങളുടെ വളരെ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് ഒന്ന് മിന്നി പറയുന്നത് പോലെ ഉള്ള അതിന്റെ
രാമായണം പോലും ജനകന്റെ പൂർവ്വകഥ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. അതെ അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ഭാഗവതം ഭംഗിയായിട്ട് പറഞ്ഞു. ഭാഗവതത്തിൽ ഇത് കണ്ടപ്പോഴാണ് അത് വ്യാസനത് വളരെ ഇഷ്ടമായിട്ട് കരുതി തന്നെയായിരിക്കും അത് ചെയ്തത്. വസിഷ്ഠന്റെ ജന്മ പരമ്പരകളും നീങ്ങിയുടെ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. വിസ്തരിച്ചു. ശരി സാർ. അതെ. അപ്പൊ ഇന്നിപ്പോ സംസാരിക്കാം. നാളെ ഉണ്ട് സാർ. ഒരു സംശയം കൂടെ ഉണ്ട്. ഈ 18 ക്ഷീരധ്വജ എന്നുള്ള അർത്ഥം, ആ ക്ഷീര എന്നുള്ളതിന് കലപ്പ എന്നുള്ള അർത്ഥം ഉണ്ടോ? അതെ 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 ഉണ്ടല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ കൊടിയടയാളമായിട്ടുള്ളതുകൊണ്ടാണ് ക്ഷീരധ്വജൻ എന്ന് പേര്. ക്ഷീരധ്വജൻ. ഓക്കെ, താങ്ക് യു സാർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്തേ സാർ.